രമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ 3 മാസമായി തന്നെ യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ദോഹയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ്, അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ തെക്കൻ ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിലാണ് അമേരിക്ക സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ ഒരു പ്രതികരണവും വരുന്നുണ്ട്. അതായത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് US വിശദീകരിക്കുന്നത്. അതായത് ഈ ഹോർമുസ് കടലിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച ബോട്ടുകൾക്കും ഒപ്പം തന്നെ മിസൈൽ ലോഞ്ച് സൈറ്റുകൾക്കും നേരെയാണ് ഇപ്പോൾ US ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അമേരിക്കൻ സൈനികർക്കെതിരെയുള്ള ഭീഷണി തടയുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ആക്രമണം. ഒപ്പം തന്നെ സൈനികരെ സംരക്ഷിക്കാനുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ ഒരു പ്രതികരണം വരുന്നത്. എന്തായാലും ഈ ആക്രമണങ്ങൾ ഇത് നടക്കുമ്പോൾ ഈ സമാധാന കരാറിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അതിനെല്ലാം വിപരീതമായി തന്നെയാണ് ഇപ്പോൾ ആക്രമണത്തിലേക്ക് വീണ്ടും കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ ഹോർമുസിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച 2 ബോട്ടുകളാണ് സൈന്യം തകർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു ഈ മിസൈൽ ആക്രമണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നത്. ഈ മിസൈൽ കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വലിയ സ്ഫോടനങ്ങൾ തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ബന്ദർ അബ്ബാസ്, സിറിക് ജാസ്ക് എന്നീ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ സ്ഫോടനങ്ങൾ നടന്നത് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസാനമായിട്ടോ US വ്യക്തമാക്കുന്നില്ല. ഈ ആക്രമണം പരിമിത തോതിൽ മാത്രമാണ് നടന്നത് എന്നുള്ളതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാവുന്ന വിശദീകരണം. ഇത് തുടരില്ല എന്നുള്ള കാര്യം കൂടി അമേരിക്ക പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു ആക്രമണം നടക്കുന്നത് അത്ര ശുഭസൂചനയായിട്ടല്ല ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ ഇതിനെ കാണുന്നത്. കാരണം ഒരു സമാധാന ചർച്ചയിലേക്കൊക്കെ നീങ്ങുമ്പോൾ അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഈ പെട്ടെന്നൊരു സമാധാന ഉടമ്പടി വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് അമേരിക്കയും ഇറാനും കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് അതിനിടയിൽ വീണ്ടും ആക്രമണം നടക്കുമ്പോൾ സമാധാന കരാറിലേക്കല്ല പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. വീണ്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി വരും സമയങ്ങൾ അറിയേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.